എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് മസാല ദോശയ്ക്ക് ഉപയോഗിക്കുന്ന ബാജി കറിയാണ്. അതിനുവേണ്ടി ഞാനൊരു 6 ഉരുളക്കിഴങ്ങ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി നുറുക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്. അത് നമ്മൾ എരിവിന് ആവശ്യമായ പച്ചമുളക് എടുത്താൽ മതി. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഉരുളക്കിഴങ്ങ് ഞാനൊരു കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാം. അങ്ങനെ കുക്കർ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഉരുളക്കിഴങ്ങെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ഉരുളക്കിഴങ്ങും നല്ലോണം ഉടച്ചെടുക്കണം. ഇനി ഉള്ളി വഴറ്റാൻ വെക്കാം. ഉള്ളി വഴറ്റാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ്, ഒരു വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നത്. അത് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി വെക്കാം. ഇതിന് നമുക്ക് ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായി ഇതേപോലെ ഞാനൊരു ഉരക്കുന്നതിലിട്ട് ഉരച്ചെടുത്തതാണ്. ഇത് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ബന്ധം ഒടയേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളി അങ്ങനെ നല്ലോണമൊന്നും വാടണ്ട, കുറച്ചൊന്ന് വാടിയാൽ മതി. ഇതൊന്ന് ചൂടായി വരട്ടെ. അങ്ങനെ ഉള്ളിയും ക്യാരറ്റെല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉരുളക്കിഴങ്ങും ഇട്ട് നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് നമുക്ക് ഇറക്കി വെക്കാം. അങ്ങനെ ഇതിനു വേണ്ടി നമുക്ക് ദോശ തയ്യാറാക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ആറി വരുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ദോശ ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനിതിൽ ചമ്മന്തി അരച്ചിട്ടുണ്ട്. നമ്മളെ ബാജിക്കറിയുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ബാജിക്കറി എല്ലാവരും ഒന്ന് തയ്യാറാക്കി വെക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.